ആസ് യൂഷ്വൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ പുള്ളിയുടെ പടം, അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടം. ലൈക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും ഒരു സിനിമ മോശമാണോ നല്ലതാണെന്ന് പറയാൻ മാത്രമുള്ള അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. എനിക്ക് പേഴ്സണലി എനിക്ക് വ്യക്തിപരമായി എനിക്ക് മൂവി ആ ഫാമിലി ആയിട്ട് വന്ന് കാണണം, ഇത് ഹിറ്റാക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അത്രയ്ക്ക് ഇടയ്ക്ക് ഒരിടത്തും ഈ സിനിമ വലിയുന്നില്ല, നല്ല ഒരു ഒഴുക്കിന് പോകുന്നുണ്ട്. നല്ല നല്ല അഭിനയമാണ്, കൊള്ളാം. നല്ല മൂവിയായിരുന്നു, നല്ല കോമഡി ഒക്കെ ഉണ്ട്, അടിപൊളി. കുറച്ച് നാളിന് ശേഷം നല്ല കോമഡി പടമായിരുന്നു, അടിപൊളി. അപ്പോൾ നല്ല രസമായിരുന്നു. ആസ് യൂഷ്വൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ പുള്ളിയുടെ പടം, അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടം. നല്ല സിനിമയാണ്, സൂപ്പർ സിനിമയാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് അന്ന് കാണാം. നമ്മളെ ചിരിപ്പിച്ച് സ്റ്റാർട്ടിങ് ടു തന്നെ നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. പിന്നെ മോൻ്റെ സിനിമയാണ്. പുള്ളിയുടെ മുൻപുള്ള സിനിമകൾ പോലെ നല്ലൊരു മൂവിയാണ്. പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു മുഴുനീള വേഷത്തിൽ പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ വിനീത് ശ്രീനിവാസൻ്റെ കുറേ മാനസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ശ്രീനിവാസൻ്റെ കുറേ സിനിമകളൊക്കെ അങ്ങ് ഓർമ്മ വരും. അത്ര നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയായാലും എല്ലാം ഫുള്ളും നല്ലൊരു മൂവിയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണണം, ഇത് ഹിറ്റാക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അത്രയ്ക്ക് ഇടയ്ക്ക് ഒരിടത്തും ഈ സിനിമ വലിയുന്നില്ല, നല്ല ഒരു ഒഴുക്കിന് പോകുന്നുണ്ട്. നല്ലൊരു മൂവി. ഈ പേര് പോലെ ജാതി ജാതകം ആ ഒരു ബേസ് തന്നെയാണ്. അതെ, സിനിമ നമ്മൾ ജാതകം നോക്കുക, കല്യാണം ആലോചിക്കുക, പിന്നെ ആണ് കുറേ കണ്ടീഷൻസ് പറയല്ലോ, നിറം വേണം, അത് വേണം, ഇത് വേണം, വിദ്യാഭ്യാസം അങ്ങനെ ആയിരിക്കണം. അങ്ങനെ കല്യാണം നീണ്ടുപോയ ഒരു പുര നിറഞ്ഞിരിക്കുന്ന ഒരു പുരുഷൻ്റെ കഥയാണ്. ഇല്ല, അതാണ് ഫസ്റ്റ് ഹാഫിനകത്ത് കുറച്ച് തമാശകൾ അവിടെ എവിടെയും ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അതിനപ്പുറത്തേക്ക് പടം പേഴ്സണലി എനിക്ക് വർക്കായിട്ടില്ല. എങ്ങനെയുണ്ട് കോമഡിയും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് കാണാൻ പറ്റുന്ന ടൈപ്പ്? ലൈക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും ഒരു സിനിമ മോശമാണോ നല്ലതാണെന്ന് പറയാൻ മാത്രമുള്ള അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. എനിക്ക് പേഴ്സണലി എനിക്ക് വ്യക്തിപരമായി എനിക്ക് വർക്കായില്ല പടം. കുറച്ച് തമാശകൾ ഫസ്റ്റ് ഹാഫിൽ അവിടെ എവിടെ ഉണ്ടായിരുന്നു, അത് രസമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കുറച്ച് തമാശകളുണ്ടായിരുന്നു. പക്ഷേ പടം ടോട്ടലി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിനൊരു കണക്റ്റ് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചില്ല. കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചിലതൊക്കെ വർക്കൗട്ട് ഉണ്ട്, കണ്ടോണ്ടിരിക്കാന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ്. നമുക്ക് ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കൂടുതൽ എടുത്ത് പറയുന്നത് നമുക്ക് 30 കഴിഞ്ഞ ആമ്പിളർ ഇപ്പോഴും കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ ഡിപ്രഷൻ അടിച്ച് ചത്തുപോകും. നമ്മളൊരു ലൈഫ് സ്റ്റോറി തന്നെയാണ് ഈ പടം. ഒന്നും റിലേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. എങ്ങനെയുണ്ട് കോമഡിയും കാര്യങ്ങളൊക്കെ? കോമഡി ഒന്നും വർക്കാവാത്ത കോമഡി ചവിട്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ നല്ല നല്ല അഭിനയമാണ്, കൊള്ളാം. ബോറടിക്കത്തില്ല, നല്ല കോമഡിയാണ്. എടുത്തു പറയാം പടത്തിനെ പറ്റി. നല്ല കോമഡിയാണ്. നല്ല പടം തന്നെ, കണ്ടിരിക്കാം. വിനീത് ശ്രീനിവാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി തന്നെയാണോ ബ്രോ? കോമഡി, ഫുൾ ടൈം കോമഡി. ഇത്ര നായകന്മാരൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ. ഏതാ നായികമാരൊക്കെ ധാരാളം അല്ലേ? നായികമാർ ധാരാളം ഉണ്ട്, പക്ഷേ ആർക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. റിലേറ്റബിൾ ആണ്, കണ്ടന്റ് ഒക്കെ റിലേറ്റബിൾ ആണ്. നന്നായിട്ട് ഫുൾ ടൈം ചിരിച്ചു. ഫാമിലിയോടെ കാണാൻ പറ്റുന്ന